your day today? Fine. Okay then. So today our subject is science. Okay. Today our subject is basic science. We are in our third chapter, acid and alkalis or base, isn't it? So in the last class we discussed about acids. We started about acids. Then look at the page, acids and metals. Okay, acids and metals. We have looked at some of the characteristics of acids. Now let us do a few more activities. To a little dilute hydrochloric acid in a test tube and put a piece of zinc into it. Okay, we know what is zinc. Zinc എന്ന് പറയുന്നൊരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ലോഹമാണ്. ഓക്കെ, ഒരു പദാർത്ഥമാണ്. നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ലോഹത്തെ, ഈ ലോഹ പീസിന്, സിങ്ക് എന്ന പീസിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്ന് കേട്ടിട്ടുണ്ടാവും. അതൊരു ആസിഡാണ്. ഈ ആസിഡ് നമ്മൾ പറഞ്ഞു സ്ട്രോങ് ആസിഡിൽ പെട്ടതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഈ ആസിഡിലേക്ക് ഒരു പീസ് സിങ്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് ദ തമ്പ് ഓഫ് യുവർ ഫിംഗർ സം ടൈം. ഹോൾഡ് എ ലൈറ്റഡ് മാച്ച് സ്റ്റിക്ക് അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് റിമൂവ് ദ തമ്പ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിലേക്ക് ഒരു പീസ് സിങ്ക് ഇട്ടതിന് ശേഷം അതിങ്ങനെ അടച്ചു വെക്കുക. കുറച്ച് നേരത്തിന് ശേഷം നമ്മളിത് പുറത്ത് വിട്ടിട്ട് എന്ത് ചെയ്യുക? ഒരു തീപ്പെട്ടി, ഒരു മാച്ചസ് കത്തിച്ചിട്ട് ഷോ ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ വാടപ്പിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ദെൻ ഡു നോ വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുകയെന്നറിയോ? ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് സിങ്കും ഹൈഡ്രജനും തമ്മിൽ, ആസിഡും സിങ്കും തമ്മിൽ, മെറ്റൽസും തമ്മിൽ റിയാക്ഷൻ ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് പുറത്ത് വരും. ഓക്കെ, hydrogen gas comes out of the test tube. Okay dear. Okay, so we told hydrogen gas comes out. Look at the next page. When the dilute hydrochloric acid react with zinc, what happens? Hydrogen is produced. We told, isn't it? നമ്മൾ പറഞ്ഞു hydrogen gas ആണ് പുറത്ത് വരുന്നത്. Okay, then hydrogen is inflammable. Okay, hydrogen is inflammable. Hydrogen gas evolves from the test tube and burns with a low. Okay, so we told that hydrogen burns at a low noise. Okay, കത്തിക്കാൻ അല്ലെങ്കിൽ കത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് അല്ല ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ നമ്മൾ തീ വെച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു സൗണ്ട്, ഒരു പോപ്പ് സൗണ്ട് പോലെ, ഈ ഒരു പോപ്പ് സൗണ്ട് മാത്രം വന്നുകൊണ്ട് ബബിൾസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് വരും. അല്ലാത്ത ഒരു റിയാക്ഷനും അവിടെ നടക്കില്ല. ദെൻ ഡു ദ സെയിം എക്സ്പെരിമെൻറ്റ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, മഗ്നീഷ്യം ആൻഡ് അലുമിനിയം. ഓക്കെ, ഇതുപോലെ തന്നെ എന്ത് തന്നെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്നാണ് പറയുക. HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിലൊക്കെ ഹൈഡ്രജൻ ഗ്യാസ് ഉള്ളത് കൊണ്ട് മെറ്റൽസുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് മാത്രമേ പുറത്തോട്ട് വരികയുള്ളൂ. Okay dear, are you clear? When acid react with the metals, hydrogen gas evolves out. Okay, hydrogen gas മാത്രമേ പുറത്തോട്ട് വരികയുള്ളൂ. Okay, then we use many substances of acidic nature at home. Haven't you learned the acid that react with metals? അല്ലേ, നമ്മൾ പഠിച്ചു അല്ലേ, വീട്ടിൽ നമ്മൾ ഒരുപാട് ആസിഡുകൾ യൂസ് ചെയ്യുന്നതാണ്. അതിലിപ്പോൾ മെറ്റൽസ് വെച്ച് റിയാക്ട് ചെയ്യുന്ന ആസിഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ therefore metal containers are not used to store food substance containing tamarind, buttermilk, vinegar and lemon juice. Some of the substances produced by reaction of metal with acid causes health problems. അതായത് ഇപ്പോൾ നമ്മൾ ആസിഡും മെറ്റൽസും തമ്മിൽ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവും നമുക്കറിയാം അല്ലേ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ഏതൊക്കെയാണ്? Yes, they are weak acids like tamarind, lemon, buttermilk, vinegar അല്ലേ. ഇവരൊക്കെയാണ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ്. ഈ ആസിഡ്സിനെ നമ്മൾ മെറ്റൽ വെസൽസിൽ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിൽ, സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയാറ്. ബിക്കോസ് ദ മെറ്റൽ ആൻഡ് ദ ആസിഡ് in the substance react each other and cause a health problems. Okay, ഈ പാത്രത്തിലുള്ള ഈ മെറ്റലും
അതുപോലെ തന്നെ നമ്മൾ സബ്സ്റ്റൻസ് നമ്മൾ വെച്ചിരിക്കുന്ന പദാർത്ഥത്തിലെ ആസിഡ് പദാർത്ഥമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ റിയാക്ഷൻ നടന്ന് എന്ത് സംഭവിക്കും? നല്ല അസുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഈസ് ആൻ അലുമിനിയം വെസൽ ഓർ ആൻ earthen pot more suitable for preparing food containing buttermilk? അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലേ, അലുമിനിയം പാത്രമാണോ അല്ലെങ്കിൽ മൺപാത്രമാണോ നമ്മളിപ്പോൾ ബട്ടർമിൽക്ക് വിനെഗറാണല്ലേ, അല്ല ആസിഡാണല്ലേ. അപ്പോൾ നമുക്ക് ഏതാ യൂസ് ചെയ്യാം? യെസ്, earthen പോട്ടാണ്. ഹെൽത്ത് പ്രോബ്ലംസ്, ഓക്കെ, ഈ പാത്രത്തിലുള്ള ഈ മെറ്റലും അതുപോലെ തന്നെ നമ്മൾ സബ്സ്റ്റൻസ് നമ്മൾ വെച്ചിരിക്കുന്ന പദാർത്ഥത്തിലെ ആസിഡ് പദാർത്ഥമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ റിയാക്ഷൻ നടന്ന് എന്ത് സംഭവിക്കും? നല്ല അസുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഈസ് ആൻ അലുമിനിയം വെസൽ ഓർ ആൻ earthen pot more suitable for preparing food containing buttermilk? അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലേ, അലുമിനിയം പാത്രമാണോ അല്ലെങ്കിൽ മൺപാത്രമാണോ നമ്മളിപ്പോൾ ബട്ടർമിൽക്ക് വിനെഗറാണല്ലേ, അല്ല ആസിഡാണല്ലേ. അപ്പോൾ നമുക്ക് ഏതാ യൂസ് ചെയ്യാം? യെസ്, earthen പോട്ടാണ് അല്ലെങ്കിൽ മൺപാത്രമാണ് ഏറ്റവും സൂട്ടബിൾ. ദെൻ എഗ് ഷെൽ ഇൻ ആസിഡ്. നമുക്കറിയാം അല്ലേ, എഗ് ഷെൽ മുട്ടത്തോട് ആസിഡ് ഇട്ടാൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ടേക്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് in a test tube, add pieces of eggshells into it. Bring a lighted matchstick above the test tube. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് എന്തൊഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, വെള്ളം ചേർത്ത സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. അതിലേക്ക് കുറച്ച് മുട്ടത്തോടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഒരു മാച്ച് സ്റ്റിക്ക് കൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. Do more experiments using chalk and marble pieces with dilute acids. അതായത് ഇതൊക്കെ നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകളാണ് നമ്മൾ എഗ്ഷെല്ലിലും അതുപോലെ മഗ്നീഷ്യം ചോക്ക് പൗഡറിലൊക്കെ മാർബിൾ പീസിൽ ഒക്കെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ when acid react with carbonates, carbon dioxide produces. അല്ലേ, നമ്മൾ പറഞ്ഞു when acid react with metals, hydrogen gas produces. When carbonates react with acid, carbon dioxide is produced. Okay, then look at the next part. We can also make a fire extinguisher. Okay, fire extinguisher കണ്ടിട്ടില്ലേ? നമ്മൾ ഹോസ്പിറ്റൽസിലും ഓഫീസിലൊക്കെ കാണാറുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ കാണാൻ കഴിയും. എന്താണ്? നമ്മൾ തീ അണയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് അല്ലേ, ഒരു വാതകമാണ് ഫയർ എക്സ്റ്റിങ്വിഷർ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. വിനെഗർ, ബേക്കിംഗ് സോഡ, പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് ക്യാൻഡിൽ. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പം സോഡ, ഓക്കെ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ട്യൂബ്, പിന്നെയോ ക്യാൻഡിൽ, വിനെഗർ. ബേക്കിംഗ് സോഡ, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ട്യൂബ്, പിന്നെയോ ക്യാൻഡിൽ, വിനെഗർ. ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഫിക്സ് എ ട്യൂബ് എയർ ടൈറ്റ് ഓഫ് ദ കപ്പ് ഇൻ ദ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഫിൽ വിനെഗർ അപ് ടു ഹാഫ് ഓഫ് ദ ബോട്ടിൽ. ഒരു ബോട്ടിൽ എടുക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലെ ഹാഫ് വിനെഗർ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഈ പ്ലാസ്റ്റിക് ട്യൂബ് വെച്ചിട്ട് കെട്ടുക. പാക്ക് സം ബേക്കിംഗ് സോഡ ഇൻ എ പേപ്പർ ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രം ദ ട്യൂബ് at the opening of the bottle above the level of vinegar. വിനെഗർ ലെവലിൻ്റെ മുകളിലായിട്ട് ഈ ബേക്കിംഗ് സോഡ കെട്ടി വെച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഉള്ളിൽ തൂക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്ക് കെയർ ദാറ്റ് ദ പാക്കറ്റ് ഓഫ് ബേക്കിംഗ് സോഡ ഡു നോട്ട് fall into vinegar. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വിനെഗറിലേക്ക് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ വീണ് പോവരുത്. ഷേക്ക് ദ ബോട്ടിൽ thoroughly and allow baking soda to fall into vinegar. എന്നിട്ട് എന്ത് ചെയ്യുക? ഇട്ട് ഈ ഒരു മിക്സിനെ നമ്മൾ ഷേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിനെഗറും ഈ ഒരു ബേക്കിംഗ് സോഡയും തമ്മിൽ മിക്സ് ആവണം. ദെൻ ഡയറക്റ്റ് ദ ഗ്യാസ് കമ്മിങ് ഫ്രം ദ ബോട്ടിൽ ടുവാർഡ്സ് എ ലൈറ്റഡ് ക്യാൻഡിൽ. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ഗ്യാസ് പുറത്തോട്ട് വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അല്ലേ? തീ അണയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആയിരിക്കും പുറത്തോട്ട് വരുന്നത്. You know that vinegar is an acetic acid
അല്ലേ? വിനെഗർ അസിറ്റിക് ആസിഡ് ആണ്, നമുക്കറിയാം. ബേക്കിംഗ് സോഡ ഈസ് സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. വെൻ ദ റിയാക്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഫോം. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? വെൻ കാർബണേറ്റ്സ് റിയാക്ട് വിത്ത് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് ഫോംഡ്. അപ്പോൾ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലുള്ള ഗ്യാസ് ഏതാണ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അതായത് തീ അണയ്ക്കാൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ ഡിയേഴ്സ്? ഓക്കെ, then the fire extinguisher works on the principle include the experiment notes in the science diary. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? തീ അണയ്ക്കുന്ന അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, is it clear? Okay, then this is today's class. I hope all of you understood our today's class and we'll see you in the next class. Thank you.